എല്ലാവർക്കും നമസ്തേ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദേശയാത്രകളാണ് ഇപ്പോൾ മിക്ക സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. സത്യത്തിൽ ഇത് നമ്മുടെ രാജ്യം ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അതായത് പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ആരെയും അറിയിക്കാതെ, സുരക്ഷാ സംവിധാനങ്ങളെ പോലും അറിയിക്കാതെ നടത്തുന്ന വിദേശയാത്രകളുടെ പിന്നിലെ ആ രഹസ്യം, പിന്നിലെ ആ കാരണങ്ങൾ എന്താണെന്ന് ഗവൺമെൻറ് ഗൗരവതരമായി അന്വേഷിക്കണം. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. മുൻപ് ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ അല്ലേ രാഹുൽ ഗാന്ധി ഈ വിദേശ സഞ്ചാരം നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള ആരോപണമാണ് ഒരു ലോകത്തിലെ ഒരു കുപ്രസിദ്ധ മയക്കുമരുന്ന് വ്യാപാരിയുടെ മകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബന്ധവും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. തീർച്ചയായും ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടൽജി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ മയക്കുമരുന്നുമായി അമേരിക്കയിൽ വെച്ച് പിടിച്ചിട്ടുണ്ടെന്നും സോണിയാഗാന്ധിയുടെ ആ അപേക്ഷ പ്രകാരം കേസിൽ നിന്നൊഴിവാക്കി രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു എന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നു. ആധികാരികമായി നമ്മൾക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉള്ളപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രകൾ എന്തിനാണ് എന്നുള്ളത് സർക്കാർ ഗൗരവമായി അന്വേഷിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. കാരണം ഇയാൾ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട്, കോൺഗ്രസിൻ്റെ നേതാവായിട്ടിരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കുക. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അയാൾ ചെയ്യുന്നുണ്ട്, ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലം കാണുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ തന്നെ ഒരു വോട്ട് ചോരി, വോട്ട് മോഷണം എന്ന് പറഞ്ഞ് അയാൾ രംഗത്തിറങ്ങിയിരുന്നു. അതിന് കുറച്ച് ഈ ടി വിയിലൊക്കെ നമ്മളെല്ലാം കണ്ടതാണ്, പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തി. ഇതിപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇയാൾ അവതരിപ്പിച്ച പവർ പോയിന്റിൽ അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം വിദേശത്ത് തയ്യാറാക്കി അയാൾക്ക് അയച്ചു കൊടുത്ത് അതനുസരിച്ച് അയാളത് പത്രസമ്മേളനം നടത്തി അവതരിപ്പിച്ചതായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് വിദേശത്തിരുന്ന് തയ്യാറാക്കി ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർത്തെറിഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യം ഇല്ലാതാക്കാം. അതേപോലെ തന്നെ ജനങ്ങളിൽ ഒരു അസ്വസ്ഥതയുണ്ടാക്കി ജനങ്ങളെ രാജ്യത്തിനെതിരായിട്ട് ഒരു കലാപത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വിദേശത്തിരുന്ന് പ്രവർത്തിക്കുന്നവർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. അത്തരം ശക്തികൾക്ക് ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു വ്യാജ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി വൻ കോലാഹലം ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ബീഹാറിൽ ഒരു വോട്ടവകാശ യാത്ര എന്ന് പറഞ്ഞ് ഒരു പരാജയപ്പെട്ട ഒരു യാത്രയുമായി അയാൾ രംഗത്തിറങ്ങിയത് എന്നും ഉള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വോട്ടവകാശ യാത്ര എന്ന് പറഞ്ഞ് ഇറങ്ങിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം തന്നെ നമ്മൾ മനസ്സിലാക്കുക. കാരണം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ ഇങ്ങനെ രാജ്യത്ത് ജനാധിപത്യത്തെ
കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് വ്യാജ വോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യാജ വോട്ട് നേടിയാണ് ഇന്ത്യൻ സർക്കാർ, അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ രാജ്യത്ത് ചുമതലയേറ്റത് എന്ന് വരുത്തി തീർത്ത് ഒരു വിഭാഗം ജനങ്ങളെ ഇളക്കി വിട്ടാൽ അതൊരു വലിയ കലാപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ എന്നുള്ള ഒരു ചിന്തയാണ് രാഹുൽ ഗാന്ധിയുടെ ഉള്ളിൽ, രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിൽ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിന് നല്ല പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ബംഗ്ലാദേശിലും ഇപ്പോൾ നേപ്പാളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെയാണ് ബംഗ്ലാദേശിൽ കലാപത്തിലൂടെ പുറത്താക്കിയത്. അതോടുകൂടി അവിടെ ജനങ്ങൾക്ക് ഇടയിൽ വളരെ വലിയ ചേരിതിരിവുണ്ടാക്കുകയും അവിടുത്തെ കലാപം ഉണ്ടാക്കിയ ഇസ്ലാമിക മത മൗലികവാദികൾ അവിടുത്തെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അത് ഇപ്പോൾ ഒരല്പം ശമിച്ചിട്ടുണ്ട് എന്ന് മാത്രം. നേപ്പാളിലെ സ്ഥിതി വിഭിന്നമാണ്. നേപ്പാള് അവിടുത്തെ രാജാവിനെ അവിടുന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അതേ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് മനസ്സിലായി ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം ആ രാജ്യത്തെ മുടിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരിറങ്ങി ജെൻസി എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു കൂട്ടായ്മ കലാപത്തിനിറങ്ങുകയും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ ഇല്ലാതാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് നേപ്പാൾ പണ്ടത്തെ മാതിരി രാജഭരണത്തിലേക്ക് തിരിച്ചു വരണം, അത് ഹിന്ദു രാഷ്ട്രം ആകണം എന്നാണ് അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അവർക്കാണിപ്പോൾ അവിടെ മേൽക്കൈ ഉള്ളത് എന്നും പറയപ്പെടുന്നു. പട്ടാളവും അതിനനുകൂലമാണെന്ന് പറയുന്നു. പട്ടാളം തന്നെയല്ല, അവിടെ നല്ലൊരു ജനവിഭാഗവും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ ഒത്തുചേർന്ന് പോകണം എന്നാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ പുലർത്തി പോന്നിരുന്നത്. നമ്മുടെ ഈ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഇന്ത്യ വിരുദ്ധ മനോഭാവം വളർത്തി എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതുവരെ ഭരണം നടത്തിക്കൊണ്ടിരുന്നവർ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് പോലെ ചൈന അനുകൂല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. അവിടെ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചൈന അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. രണ്ടും ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി നേപ്പാളിൽ വന്നെങ്കിലും അവിടെ ഇനി ഒരു സ്ഥായിയായ സർക്കാർ, ഇന്ത്യ അനുകൂല സർക്കാർ വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ നേപ്പാളിലെ ആ പ്രക്ഷോഭം ശരിയായ പാതയിൽ കൂടിയായിരുന്നു എന്ന് നമ്മൾക്ക് നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ പട്ടാളമൊക്കെ രാജഭരണം തിരിച്ചു വരുന്നതിനെ ആണ് അനുകൂലിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വസ്തുത പൂർണ്ണമായിട്ട് നമുക്ക് ആ ചിത്രം പൂർണ്ണമായിട്ട് വ്യക്തമായിട്ടില്ല. ആ പട്ടാളമൊക്കെ നിർദ്ദേശിക്കുന്ന ഈ പ്രക്ഷോഭകാരികൾ നിർദ്ദേശിക്കുന്ന പ്രധാനമന്ത്രി പദത്തിലേക്ക് നിശ്ചയിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അവിടുത്തെ മുൻ ചീഫ് ജസ്റ്റിസ് ആണ്. അവർ ഇന്ത്യ അനുകൂല നിലപാടുള്ള ഒരു വനിതയാണ്. അവരുടെ വിദ്യാഭ്യാസം നടന്നതും ബനാറസ് ഹിന്ദു സർവകലാശാലയിലാണ്. അവർ തികച്ചും ഒരു ഹിന്ദുമത വിശ്വാസിയാണ് എന്നൊക്കെയുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ചിത്രം വ്യക്തമാകാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. ഇങ്ങനെ അയൽ രാജ്യങ്ങളിലും ഇതേപോലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ
ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം സന്ദർശനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തേണ്ടത് വളരെയേറെ അത്യാവശ്യം, രാജ്യസുരക്ഷയ്ക്ക് വളരെയേറെ അത്യാവശ്യം വേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇയാൾ പോയിരിക്കുന്ന സ്ഥലങ്ങൾ അത്തരം സ്ഥലങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുന്നിട്ടുണ്ട് നമ്മുടെ രാജ്യം. ആ സുരക്ഷാ കവചങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടാണ്, ആരെയും അറിയാതെ കേന്ദ്ര സർക്കാരിനെയോ ഈ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ഏജൻസികളെയോ അറിയിക്കാതെ ഇയാൾ വിദേശ യാത്രകൾ നടത്തുന്നത്. ഇപ്പോൾ പോയിരിക്കുന്ന ആ രാജ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, മലേഷ്യ. ഈ മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെ നിരവധി ഇന്ത്യക്കാരുണ്ട്. പണ്ടേ കുടിയേറിയ ഇന്ത്യക്കാർ നിരവധി പേരുണ്ട്. തമിഴർ ഒരുപാടുണ്ട്. ഇന്ത്യക്കാർ ഉള്ള രാജ്യം തന്നെയാണ്. അവിടേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭീകരവാദം വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സക്കീർ നായിക് എന്ന് പറയുന്ന മനുഷ്യൻ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഭയം തേടിയിരിക്കുന്നത്. ആ രാജ്യത്ത് തന്നെ ഇയാൾ ഈ സമയത്ത് സന്ദർശനം നടത്താൻ തിരഞ്ഞെടുത്തതിൽ നിന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇയാൾ അവിടെ പോയത്, ഈ രഹസ്യമായിട്ടുള്ള ഇയാളുടെ ആ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ്. ആ സക്കീർ നായിക് എന്ന് പറയുന്ന ആ തീവ്രവാദിയിൽ നിന്ന്, ആ ഭീകരവാദിയിൽ നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് വിധ്വംസ പ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള യാത്രയല്ലേ രാഹുൽ ഗാന്ധി ഇപ്പോൾ മലേഷ്യയിലേക്ക് നടത്തിയിരിക്കുന്നത് എന്ന് ഉള്ള കാര്യം ഗൗരവതരമായി സർക്കാർ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഉല്ലാസയാത്ര പോകുന്നതിൽ നമുക്ക് ഒരു കുറ്റം പറയാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് രഹസ്യമായി ഭാര്യമാരും കുട്ടികളും ഉണ്ടെന്ന് പറയുന്നു. അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ പോകുന്നതിലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അയാളുടെ കുടുംബാംഗങ്ങളോടൊപ്പം അയാൾ കുറച്ച് ദിവസം ചിലവഴിക്കാൻ അയാൾ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. പക്ഷേ അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പ്രദേശങ്ങളും അവിടുത്തെ ആ പ്രത്യേകതകളും നമ്മൾ ഗൗരവതരമായി ചിന്തിക്കേണ്ടത് വളരെയേറെ അത്യന്താപേക്ഷിതമാണ്. ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾക്കെല്ലാം അറിയാം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ കലാപമുണ്ടാക്കി അവിടെ ഈ രാജ്യത്തെ ഭിന്നമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സഹായകരമായ നടപടികളും നിലപാടുകളുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശിഥിലീകരണത്തിന് ആക്കം കൂട്ടുക എന്ന് പറയുന്നതിൽ തുടക്കം കുറിക്കാൻ വേണ്ടി ഈ രാഹുൽ ഗാന്ധിയെ കരുവാക്കി ഈ ഇത്തരം സംവിധാനങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ മുളയിലെ നുള്ളിക്കളയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഉണ്ട് എന്നുള്ളത് മറന്നുകൂടാ. അതിനാൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ യാത്രകളെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ ഗൗരവമായി ചിന്തിച്ച് ആ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട കടമയും നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. ആ കടമകൾ, ആ ഉത്തരവാദിത്വം നമ്മുടെ സർക്കാർ നടപ്പാക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്ത് ബംഗ്ലാദേശോ നേപ്പാളോ ആവർത്തിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു 11 വർഷം മുമ്പ് 11 വർഷം മുമ്പ് വരെ ആയിരുന്ന അവസ്ഥ ഇതായിരുന്നില്ല. വൈദേശികരായിട്ടുള്ള ഇന്ത്യയെ ശിഥിലീകരിക്കണം എന്ന് നിശ്ചയിച്ചിറങ്ങിയിരിക്കുന്ന ശക്തികളുമായിട്ട്
ഒത്തുപോകുന്ന ഭരണമായിരുന്നു നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ഭരണം. ആ കോൺഗ്രസിൻ്റെ ഭരണം ഇല്ലാതാക്കിക്കൊണ്ടാണ് രാഷ്ട്രവാദികളുടെ ഭരണം രാജ്യത്ത് നിലവിൽ വന്നത്. അതിനെ മാറ്റിമറിക്കാൻ ഈ ലോകത്തെ ഇത്തരം രാജ്യത്തെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കഴിയുകയില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇക്കൂട്ടർക്ക് ഇപ്പോഴും കഴിയും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ CPM-ൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ബംഗാളിൽ മമതാ ബാനർജിയും ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിന് ഇന്ധനമേകിക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതിനെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കേണ്ട നടപടി. നമ്മുടെ രാജ്യത്ത് ഒരു രീതിയിലുമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല. അതിന് നല്ല ഉദാഹരണമാണ് ഇവരുടെയൊക്കെ ഈ സമരം. ഈ നമ്മുടെ ഒരു വിദ്വാനുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഇവരൊക്കെ എന്തൊക്കെ അഹങ്കാരങ്ങളാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അതിനെയൊക്കെ ജനങ്ങൾ മറുപടി കൊടുത്ത് ഇത്തരം നേതാക്കന്മാരെ മൂലക്കിരുത്തി എങ്കിൽ തന്നെയും നമ്മുടെ സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഈ വിവരങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റും എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.